സാത്വികതയിൽ വരുമ്പോൾ ഈ രണ്ട് ഗുണങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് സാത്വികത. അതുകൊണ്ട് തന്നെ അവർ കർമ്മങ്ങൾ ചെയ്യും, പക്ഷെ ബാലൻസ്ഡ് ആയിരിക്കും. റിസൾട്ടിനെക്കാളേറെ ഏത് രീതിയിൽ ആ കർമ്മം നന്നായിട്ട് ചെയ്ത് ഫലിപ്പിക്കണം. ഇപ്പം സാത്വികത ഡോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ഒരു ജോലി ഏറ്റെടുത്താൽ ആ ജോലിയിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്നല്ല ചിന്തിക്കുക, ആ ജോലി എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാം എന്നായിരിക്കും ആലോചിക്കുക. അതിൽ നിന്ന് നമുക്ക് സാത്വികതയുടെ എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവർ പൊതുവെ എല്ലാവരും പ്രഭാതങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നല്ല ആക്റ്റീവ് ആയിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നവരായിരിക്കും മിക്കവാറും സാത്വികരായിട്ടുള്ള ആൾക്കാർ. രജസ്റ്റിക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ നൈറ്റ് ആയിരിക്കും കൂടുതൽ ആക്റ്റീവ്. രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. രാത്രി 11-12 മണിക്കൊക്കെ അവരുടെ ലൈവായിരിക്കും. സാത്വികരായിട്ടുള്ള ആൾക്കാരോ ഇപ്പോഴും പുറകെ കഴിയും. ഇനി തമസാണെങ്കിലോ പകലും രാത്രിയൊന്നുമില്ല, മിക്ക സമയം ഉറക്കം തോന്നി. പകലൊക്കെ ഉണർന്നിരുന്നുറങ്ങും, രാത്രിയിൽ യഥാർത്ഥത്തിൽ അല്ലാതെ പോകും. എല്ലാത്തിനോടും ഒരു ലേസി മനോഭാവം എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ധരിക്കുക. അപ്പൊ ഈ 3 ഗുണങ്ങൾ നമ്മളിൽ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകളുണ്ട് ഇതിന് സപ്ലിമേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അങ്ങനെ പോയിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെ അവിടെ പോയാൽ നമ്മൾ പോയാൽ കാണുന്നുണ്ടാവും, കണ്ടാൽ തന്നെ നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കുന്നു. അപ്പൊ നമ്മൾ ചുമ്മാ ഈ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ അതിന്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം എന്തായിരിക്കും? എഴുന്നേറ്റ് പോകാനുള്ള മടിയായിരിക്കും. അതിന് നമ്മൾ സപ്ലിമേറ്റ് ചെയ്യും. സപ്ലിമേഷൻ എന്നാണ് പറയുന്നത്. അത് ഈഗോ ഡിഫൻസ് ആണ്. സപ്ലിമേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രതിരോധിക്കും. പക്ഷെ നമ്മൾ അതിന്റെ യഥാർത്ഥ കാരണം കൊണ്ടിരിക്കും. എനിക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യ എന്നുള്ളതല്ല, അതിന് വേറൊരു ന്യായം കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സ് ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ അഹംബോധം വയ്ക്കും. അതിനെ ഡിഫൻസ് സിസ്റ്റം എന്ന് സ്റ്റീഫൻ ഫ്രോയിഡിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞർ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഡിഫൻസ് സിസ്റ്റംസിനെ എല്ലാം ഓവർകം ചെയ്യുവാൻ ആത്മബോധം കൊണ്ട് സാധിക്കും. ഒരാൾ സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ, സ്വയം തിരിച്ചറിവുണ്ടെങ്കിൽ, ഒരു സ്വയം ബോധമുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഇത്തരം പ്രതിരോധങ്ങൾ, മനസ്സുണർത്തുന്ന ഇത്തരം പ്രതിരോധങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഇത് എന്റെ മനസ്സ് എന്നെ പറ്റിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇതെല്ലാം പറയാറുണ്ട്. അവൻ എന്നെ എങ്ങനെ ചെയ്തു, ഇവരെന്നെ എങ്ങനെ ചെയ്തു, ഇവളെന്നെ അങ്ങനെ പറ്റിച്ചു, അത് പറഞ്ഞു വെച്ചിട്ട്. പക്ഷെ നമ്മുടെ മനസ്സ് നമ്മളെ പലപ്പോഴും ഇതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മിക്ക ആൾക്കാരും അറിയാത്തത്. നമ്മുടെ മനസ്സിൽ നമ്മൾ പല രീതിയിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിദ്യയായ ധാരണകൾ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. അത് ഈ രജസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണമാണ്. ചില എന്തിനോട് ആകർഷണം തോന്നുമോ അതിനെ നമ്മൾ വസ്തുതാപരമായി കാണില്ല. ഓർത്തു വെച്ചുകൊള്ളുക. എന്തിനോടെങ്കിലും നമുക്ക് ആകർഷണം തോന്നിയാൽ നമ്മൾ അതിനെ വസ്തുനിഷ്ഠമായിട്ടല്ല കാണുക, റിയലിസ്റ്റിക് ആയിട്ടല്ല. പിന്നെയോ അതിന് ഫേവറബിൾ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ദോഷവശങ്ങൾ നമ്മൾ കാണുകയില്ല. ഒരു വസ്തുവിനോടായിക്കോട്ടെ, ഒരു അനുഭവത്തോടായിക്കോട്ടെ, ഒരു വ്യക്തിയോടായിക്കോട്ടെ, നമുക്ക് ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ യാഥാർത്ഥ്യബോധത്തിലൂടെയല്ല ഇതിനെ കാണുന്നത്. പിന്നെയോ അതിനെ നമ്മൾ അനുകൂലിക്കും. ആ വ്യക്തിയായാലും ആ അനുഭവമായാലും ആ വസ്തുവായാലും നമ്മൾ അതിന് സൈഡ് ചേർന്നായിരിക്കും നിൽക്കുക, അത് ചേർന്നായിരിക്കും പറയുന്നത്. ഇനി ഒരു വ്യക്തിയോടോ ഒരു അനുഭവത്തോടോ ഒരു വസ്തുവിനോടോ നമുക്ക് അനാകർഷണം തോന്നുന്നു വിചാരിക്കുക. അനാകർഷണം തോന്നി, ഡിറ്റാച്ച്ഡ് ആയി വിചാരിക്കുക, അല്ലെങ്കിൽ അതിനോട് നമുക്ക് വെറുപ്പ് തോന്നി വിചാരിക്കുക, ദേഷ്യം തോന്നി വിചാരിക്കുക. അപ്പോഴും നമ്മൾ അതിനെ റിയലിസ്റ്റിക് ആയിട്ടല്ല കാണുക. ആ വ്യക്തിയിലുള്ള നന്മകളൊന്നും പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ആ അനുഭവത്തിലുള്ള നന്മകൾ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് യോഗ ചെയ്യുന്നതിനോട് ഇഷ്ടമില്ലാന്ന് കരുതില്ല. പക്ഷെ നമുക്ക് ആ യോഗയിലുള്ള നല്ല കാര്യങ്ങളല്ല നമ്മൾ അവരെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പോകുന്നതല്ല എന്നുള്ള രീതിയിൽ കാരണം അതിന്റെ ദോഷവശങ്ങൾ നമ്മൾ അറിയാതെ മുതക്കി, നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ ദോഷവശങ്ങൾ നമ്മൾ മുതക്കുകയും ഇഷ്ടമുള്ള വ്യക്തികളുടെ നല്ല വശങ്ങൾ മുതക്കുകയും. പക്ഷെ അത് രണ്ടിന്റെയും ഇടയിൽ ഒരു മിഥ്യയായ സാധനമാണ് ഇഷ്ടം. അത് റിയലിസ്റ്റിക് ആണ്. അത് നമുക്ക് പേഴ്സണൽ ആയിട്ട് നമ്മളോട് തോന്നുന്ന ആകർഷണം. മനസ്സിലായത്? ഇങ്ങനെ തിരിച്ചറിയുന്നതിനെയാണ് രാജയോഗത്തില് ഒരു വാക്കുണ്ട്, വിവേകം. വിവേകം, നിത്യാനിത്യ വിവേചന ബോധമാണ് വിവേകം. നിത്യാനിത്യ വിവേചന ബോധം, ദ റൈറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് സ്വയം തിരിച്ചറിയുവാനുള്ള, നല്ലത് ചീത്തയെ തിരിച്ചറിയുവാനുള്ള വിവേചന ബോധത്തിനെ രാജയോഗത്തിൽ പറയുന്ന വാക്കാണ് വിവേകം. ഇംഗ്ലീഷിൽ നമ്മൾ വിസ്ഡം എന്ന് പറയും. വിസ്ഡം.
T.S. Eliot അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട്, where we have lost the wisdom in knowledge and information. നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, നമുക്ക് ഒത്തിരി നോളജ് ഉണ്ട്, പക്ഷേ വിസ്ഡം ഇല്ല. വിസ്ഡം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വേണം എന്ത് വേണ്ട എന്ന തിരിച്ചറിവുണ്ടാകും. എന്ത് വേണ്ട എന്ന തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു 80% പ്രവൃത്തികളും അവിടെ അവസാനിക്കും. വൈ ഷുഡ് ഐ ഡു ദിസ്? ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ കാര്യം ഇപ്പൊ ഇയാളോട് സംസാരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച ശേഷം നമുക്ക് ഒത്തിരി എഡിറ്റ് ചെയ്യാൻ പറ്റും. ലൈഫിനകത്ത് ഒരുപാട് എഡിറ്റ് ചെയ്ത് സെൻസർ ചെയ്ത് കളയാൻ നമുക്ക് ഏറ്റവും നല്ല വഴി. അങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? സൈലൻസിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. മൗനത്തെ ഉപാസിക്കുന്ന ആളാണ് മുനി, അല്ലേ? മുനി മൗനവുമായിട്ട് ബന്ധപ്പെട്ടാണ് മുനി. സ്വപ്നിനെ അറിയുന്ന ആളാണ് സ്വാമി. സർവ പ്രാരാബ്ധങ്ങളും നസിച്ച ആളാണ് സന്യാസി. കാന്ത ദർശനമുള്ള ആളാണ് ഋഷി. അപ്പൊ ഇവരൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിന്ന് ഈ വാക്കുകളെല്ലാം എടുത്ത് വെച്ച് ഒറ്റ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. മഹർഷി അല്ല സന്യാസി, സന്യാസി അല്ല യതി, യതി അല്ല മുനി. ഇവരെല്ലാം പല കാറ്റഗറിയിൽ വരുന്നു. ഋഷി പ്രാന്തദർശി, മുൻകൂട്ടി വരുന്ന കാര്യങ്ങളെ കാണാൻ കഴിയുന്ന പ്രാന്തദർശനം, ഇൻസൈറ്റ്. അതാണ് നമ്മൾ ഋഷി എന്ന വാക്കുകൊണ്ട് വയ്ക്കുന്നത്. ഋഷി പ്രാന്തദർശി. ഒരു പ്രാരാബ്ധങ്ങളും, അതായത് കർമ്മത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രാരാബ്ധ കർമ്മം, സഞ്ചിതം, ആഗമി. ഇതിൽ പ്രാരാബ്ധം കടക്കാൻ ബുദ്ധിമുട്ടുള്ള അഗ്നിയാണ്, സമുദ്രമാണ്, തരണം ചെയ്യാൻ. കാരണം ഇത് കയറി വന്നിരിക്കുകയാണ് നമ്മൾ ഈ കർമ്മ സംസ്കാരമായിട്ട് ജന്മങ്ങളിലൂടെ, അല്ലേ? അപ്പൊ എന്റെ ഈ ജീവിതത്തിലുള്ള പ്രവർത്തികൾ മാത്രമല്ല പ്രാരാബ്ധം. ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും മകനായി ജനിച്ചതേ ഒരു പ്രാരാബ്ധത്തിന്റെ ഭാഗമായിട്ട്. അവിടെ എല്ലാം പ്രാരാബ്ധം. ഇപ്പം എന്റെ പൂർവികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഭാഗമായിട്ട് ഇതിൽ വന്നു ചേർന്നതിൽ ഞാനെന്ത് തെറ്റുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവുമില്ല. കാരണം ആത്മാവിന്റെ പ്രാർത്ഥനകൾക്കനുസരിച്ച് അതിന് വരാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഗർഭപാത്രത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ആത്മാവ് വന്ന് ചേരുക. അപ്പൊ നമ്മൾ അങ്ങനെ വന്നു ചേരുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ട്രെയിറ്റ് ആയിട്ട് വരും. ഒരു കുടുംബത്തിൽ മുത്തശ്ശനോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ അമ്മാമ്മമാർക്കോ വിഷാദ രോഗമുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിൽ നമുക്ക് വരും. ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരോട് ഞങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ആദ്യം ചോദിക്കുന്ന ഇതാണ്: വേറെ ആരെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഹേർഡിറ്ററിയായിട്ട് പാരമ്പര്യമായിട്ട് അങ്ങനെ വിഷയമുണ്ടോ? അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ ഈ കർമ്മ സംസ്കാരം ഫോളോ ചെയ്യുന്നു, ട്രെയിൻഡ് ആയിട്ട് പാറ്റേൺസ് ആയിട്ടും വരുന്നു എന്നുള്ളത്. ആത്മഹത്യാ പ്രവണമാണ് മുൻപൊന്നും അറിഞ്ഞുകൂടായിരുന്നു ആർക്കും. പക്ഷെ ആത്മഹത്യ എന്ന് പറയുന്നത് പലപ്പോഴും പരമ്പരാഗതമായിട്ട് വരുന്നൊരു കാര്യമാണ്. മരണചിന്ത, അങ്ങനെ ഒളിച്ചോടൽ, ഉത്കണ്ഠ, പേടി, ഫോബിയ നമ്മൾ പറയുന്ന പേടി, ചിലതരം പേടികൾ. പിന്നെ സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗങ്ങളുടെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അതിനകത്ത് പാരമ്പര്യത്തിൽ ഒരു ഭാഗമുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ബാധിക്കാതെ ഇരിക്കാം. അപ്പോ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും അങ്ങനെയുള്ള ഒരാളുടെ മകനായിട്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ മകളായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആത്മാവിന്റെ വാസനയ്ക്കനുസരിച്ച് മാത്രമേ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് ജന്മമെടുക്കാൻ കഴിയുകയുള്ളൂ. സോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കർമ്മ സംസ്കാരത്തിനനുസൃതമായിട്ട് ഒരു ലോയെ ബേസ് ചെയ്ത്, ഒരു നിയമത്തെ ബേസ് ചെയ്ത് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇന്നിപ്പോൾ ഇത് കൂടുതൽ ശാസ്ത്രീയമായിട്ട് തന്നെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും പാസ്റ്റ് ലൈഫിലെ അനുഭവങ്ങൾ എങ്ങനെയാണ് പൂർവ്വജന്മം അടുത്ത ജന്മങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതും പല രീതിയിൽ വേറെ ദർശനം നമ്മൾ ആത്മീയമായിട്ട് പറഞ്ഞു, വേറെ പല രീതി മനഃശാസ്ത്രപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ പറയുന്നൊരു സമയം നമുക്കില്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം എങ്ങനെ ആത്മബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമുക്കതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ധ്യാനിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് സോഹം എന്നുള്ള മന്ത്രം ഉപയോഗിക്കണം. ഓം സോഹം, ഓം സോഹം,
സ അഹം, അത് ഞാനാണ്. തത്വമസിയുടെ വേറൊരു വർഷം. ഇവിടെ ഒന്നിനും നമ്മളുടെ അനാഹതം എന്ന് പറയുന്ന ഹൃദയചക്രത്തില്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആജ്ഞാചക്രത്തിന്റെ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഡിവൈൻ പവർ, അതിനെ നമ്മൾ പുള്ളി ചെയ്യുക, നമ്മളിലേക്ക് പുള്ളി ചെയ്യുക. ആത്മബോധത്തെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു, എന്റെ അഹംബോധത്തെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നു, എന്നിലെ സാക്ഷിഭാവത്തെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, എന്നിലുള്ള എല്ലാം അനുഭവിക്കുന്ന ആ പക്ഷിയെ ഞാൻ താഴ്ത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അനുഭവങ്ങളുടെ ബോധം താഴുമ്പോൾ, സാക്ഷിയുടെ ബോധം കൂടുമ്പോൾ ആത്മബോധം വരുന്നതിനുള്ള പരിണാമം എളുപ്പമാണ്. അതായത് ഇപ്പൊ ഇവിടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിനെക്കുറിച്ചെല്ലാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും നിങ്ങളിലുണ്ട്. ആ ആളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും. ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ സംസാരിക്കുന്ന വ്യക്തിയെ ഞാനിട്ട് സംസാരിക്കുന്ന ഒരു ബോധം എനിക്കില്ലേ? ആ സാക്ഷിഭാവവും, ആ സാക്ഷിഭാവം എത്രത്തോളം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നു, ആ സാക്ഷിഭാവത്തെ എത്രത്തോളം നിങ്ങൾ കൂടുതൽ 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 ജീവിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആത്മബോധത്തിൽ ജീവിക്കുന്നു. അതിന് ഏറ്റവും നല്ല വഴികളാണ് ജപം, ധ്യാനം, പ്രാർത്ഥന. പക്ഷെ ഏറ്റവും നല്ല വഴി മെഡിറ്റേഷൻ. വേദത്തിലെ 4 മഹാവാക്യങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, തത്വമസി ചാന്തോക്യ ഉപനിഷത്ത്, പ്രജ്ഞാനം ബ്രഹ്മ ഐതരേയ ഉപനിഷത്ത്, പിന്നെ അയം ആത്മാ ബ്രഹ്മ. ഈ മഹത്തായിട്ടുള്ള ഈ മഹാവാക്യങ്ങൾ, 4 മഹാവാക്യങ്ങൾക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷേണയുള്ള അറിവാണ് ബ്രഹ്മം. നമ്മളിൽ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള നോളജാണ് ബ്രഹ്മം. അതുപോലെ തത്വമസി ഞാൻ നേരത്തെ പറഞ്ഞു, അത് നീയാണ്. അയം ആത്മാ ബ്രഹ്മ, നിന്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പൊരുൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സോഹം എന്ന മന്ത്രമായിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഓം സോഹം. ഇത് ചെയ്യുന്നതോറും നമ്മളിലുള്ള, പിന്നെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ എന്താണ്? നമ്മൾ ഇതൊരു 1 മണിക്കൂർ നിന്ന് ജപിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും പഴയ രീതിയിൽ തന്നെ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനമില്ല, അല്ലേ? നമ്മൾ കുറച്ചുകൂടെ ആത്മബോധത്തെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്, നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് എന്റെ പ്രതികരണം മാറുന്നു. ഇന്നലെ വരെ എന്താണ് പല്ലിന് പല്ല് എന്ന് അങ്ങനെ പറയുന്നത്, ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ യാതൊരുവിധ പ്രകോപനങ്ങളും ഇനി മുതൽ എന്റെ അഹംബോധത്തെ ബാധിക്കുകയില്ല, എന്റെ ഈഗോ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുകയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മബോധം ഉണ്ടാകുന്നത്. ഇത് 1 മണിക്കൂറുള്ള ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യമല്ല. വളരെയേറെ പ്രാക്ടിക്കലായിട്ട് സാധനകൾ ചെയ്ത് മാത്രമേ നമ്മുടെ വാസനകൾ, പ്രത്യേകിച്ചും പഴകിപ്പോകുന്ന വാസനകൾ, ആ പഴകിപ്പോയ വാസനകൾ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പല ആൾക്കാർക്കും അഹംബോധത്തിന്റെ തിരിച്ചറിവ് എന്താണെന്ന്, അഹംബോധം എങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യാനാണ്. ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കുമെന്ന് പറയും, എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. വാസ്തവത്തില് എനിക്കറിയാം എന്റെ തെറ്റാണ്, പക്ഷെ എന്റെ ഈഗോ അത് സമ്മതിക്കുന്നില്ല എന്ന് പറയും. ഞാൻ പറയാം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളല്ല നിങ്ങളുടെ ഈഗോ. അതുകൊണ്ടാണല്ലോ എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേറെ കാര്യമാണ്, എന്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ് ഈഗോ എന്ന് അയാൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെ? അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ വേറെയാണ്, പക്ഷെ എന്റെ ഉള്ളിലുള്ള ഈ അഹന്ത സമ്മതിക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വാസ്തവത്തിൽ ഇത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു ഫാമിലി കൗൺസിലിംഗിൽ ഒരു ഭാര്യ ഭർത്താവ് വന്നപ്പോ, ഞാൻ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോ ഭാര്യയുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ സാറ് പറയുന്നതൊക്കെ ശരിയാണ്, അവള് തന്നെയാണ് ശരി, പക്ഷെ എന്റെ ഈഗോ അതുകൊണ്ട് പറയാൻ സമ്മതിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നു. അപ്പൊ അത് പല ആൾക്കാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഒരാൾ പൂർണ്ണമായും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാൾ ദേഷ്യമായി മാറിപ്പോകും. അപ്പൊ അയാൾക്ക് പറയാൻ പറ്റില്ല എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അയാൾ ദേഷ്യമായി മാറിപ്പോകും. അയാൾ ദേഷ്യമായി കേൾക്കാമോ? അയാൾ ദേഷ്യമായിട്ട് പൂർണ്ണമായും മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യത്തെ എന്ന വികാരത്തെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്, അപകടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് ഈ ഒരു വൈകാരികമായിട്ട് ഉള്ള പൂർണ്ണമായിട്ട് അതിലോട്ട് പോകുന്ന അവസ്ഥയിലോട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ
ദേഷ്യം എന്ന് പറയുന്ന വികാരം എന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിലുണ്ട്, പക്ഷേ ആത്മബോധമാണ് മിക്കവാറുമുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം റൂൾ ചെയ്യുന്നത്. മറ്റേതിന് ശ്രദ്ധില്ല. മറ്റേത് ഓക്കെ, എന്റെ മനസ്സിന്റെ ഒരു കോണിൽ ദേഷ്യമുണ്ട്, പ്രതികരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ആ ഒരു കൺട്രോൾ എന്റെ കയ്യിൽ തന്നെയാണ്. ആ കടിഞ്ഞാണ് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ആത്മബോധത്തിലോട്ട് പോകുന്തോറും ജീവിതത്തിൽ നമ്മൾ ഉയരാൻ കാരണം വൈകാരികമായും വൈചാരികമായിട്ടും വിവേകം നമ്മളെ കൂടുതൽ പരിപോഷിക്കാൻ കാരണവും ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ല, ചിന്തയില്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ സാരഥി കഠോപനിഷത്തിൽ പറയുന്നത് പോലെ ബുദ്ധിയായിരിക്കും. കടിഞ്ഞാണാകുന്ന മനസ്സല്ല, അഞ്ചിന്ദ്രിയങ്ങളാകുന്ന കുതിരകളുമല്ല, പിന്നെയോ ബുദ്ധി. ആത്മാനം രഥനം വിധി, ശരീരം രഥമേ ബുദ്ധിന്തു സാരഥി മനഃ പ്രഗ്രഹമേ. അതാണ് ആ റൂട്ട് കറക്റ്റ് ആയിട്ട് 5 സെൻസസിനെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നു, ആ മനസ്സിനെ ബുദ്ധി കൺട്രോൾ ചെയ്യുന്നു. ജീവിതമാകുന്ന രഥം ഭംഗിയായിട്ട്, ശരീരമാകുന്ന ഈ രഥം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ആ തത്വമാണ് മാനസികാരോഗ്യത്തിന് ഏറ്റവും അധികം വേണ്ടത്. ഒരു സൈക്കോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഏറിയുമല്ല, ഈ കൃത്യമായിട്ട് ഈ ഒറ്റ പ്രിൻസിപ്പിൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ആ രീതിയിൽ അവരെ ആത്മബോധത്തിൽ വളർത്തുകയാണെങ്കിൽ, അഹംബോധത്തിനപ്പുറം ആത്മബോധം എന്താണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷനുമില്ല, നന്നായിട്ട് പെർഫോം ചെയ്യും. എങ്ങനെ? ഇതെന്റെ സ്വധർമ്മമാണ്, മറ്റവരെക്കാളും മാർക്ക് വാങ്ങലല്ല, എന്റെ സ്വധർമ്മമാണ് എന്നുള്ള ആ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള കർമ്മങ്ങളിലേക്ക് ഇതിനേക്കാളും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സ്പിരിച്വൽ നോളജ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. കാരണം നമ്മൾ റിലീജിയന്റെ കളർ കലർത്തി അമൂല്യമായിട്ടുള്ള സനാതനമായ അറിവുകളെ ഇവർക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട അറിവുകൾ കൊടുക്കുന്നില്ല, അല്ലേ? ഇപ്പൊ ഒരു പ്രാർത്ഥനയുണ്ട്, ശാന്തി മന്ത്രം, ഓം സഹനമവതു സകലം ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഇതല്ലേ ഏറ്റവും അധികം ഗുരുവും ശിഷ്യനും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർ. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിന അവതീതമസ്തു മാ വിദ്വിഷാവഹേ. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ ഒരുമിച്ച് ഒരേ അറിവ് ഭുജിക്കട്ടെ, നമ്മൾ ഒരിക്കലും പരസ്പരം വിദ്വേഷിക്കാതിരിക്കട്ടെ, ഒരേ ബ്രഹ്മം, ഒരേ സുപ്രീം നോളജ് നമ്മളെ സംരക്ഷിക്കട്ടെ, ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള ഒരു വിഘ്നങ്ങളും നമ്മളെ പഠനത്തിന് തടസ്സമാകാതിരിക്കട്ടെ. ഈ പ്രാർത്ഥന മതത്തിന്റെയോ നിറത്തിന്റെയോ വർണ്ണം ചാലിച്ച് നമ്മൾ ഇതിനെ കോർണറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകത്തിനോട് മാത്രമല്ല, നമ്മുടെ വരുന്ന തലമുറകളോടുകൂടി നമ്മൾ ചെയ്യുന്ന തെറ്റായിരിക്കും. അതൊരു യൂണിവേഴ്സൽ മന്ത്രയാണ്. അസതോമ സദ്ഗമയാണ്. ഒരു മതത്തിന്റെ മന്ത്രമല്ല, ഒരു യൂണിവേഴ്സൽ മന്ത്രം. ഇരുട്ട് മാറി വെളിച്ചം വരട്ടെ എന്ന് പറയുന്നത് എന്താ മന്ത്രം? എന്താണ് മതം? അല്ലെ? അത് മനസ്സിലായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഏതെങ്കിലും സർക്കാർ സ്കൂളിൽ ചെന്ന് അബദ്ധത്തിലായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഓമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരുവാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, സാഹചര്യം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുക. അപ്പൊ അത് വർഗീയമായിട്ട് മാറിപ്പോകും. അപ്പോൾ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള സനാതനമായ മൂല്യങ്ങളെ ഒരു കോർണറൈസ് ചെയ്യുവാൻ ശ്രമം നടക്കുന്ന ഈ സമയം വാസ്തവത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ അടുത്ത തലമുറയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തെറ്റാണ്. പ്രത്യേകിച്ചും എല്ലാ സ്വാതന്ത്ര്യവും കൈവിരലിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ജനറേഷന്റെ മുന്നിലാണ്. അപ്പോ റൈറ്റ് ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഇനി അവരെ സംരക്ഷിക്കാൻ അവരേ ഉള്ളൂ, നമ്മളൊന്നുമില്ല. വിവേകം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മബോധം എന്താണെന്ന് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഒരു 10-25 30 50 വർഷം സംഭവിച്ചതുപോലെ, US-ലൊക്കെ സംഭവിച്ചതുപോലെ ടീനേജ് കുട്ടികളെല്ലാം ഡ്രഗ് അഡിക്ട്സ്, 99% ടീനേജ് കുട്ടികളും ഡ്രഗ് അഡിക്ട്സ് ആയി. അങ്ങനത്തെ അവസ്ഥയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കാലമൊന്നും വേണ്ട, ഇപ്പൊ ആൾറെഡി അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ, 8ാം ക്ലാസ്സിൽ 9ലും പഠിക്കുന്ന കുട്ടികൾ വരെ അവർക്ക് ഇന്ന് വളരെ ഈ സോഴ്സ് എവിടെ ആവശ്യമുണ്ടോ അവിടെ ഉൽപ്പന്നം എത്തുമെന്ന് പറയും. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും മുക്കിലും മൂലയിലും ഡ്രഗ്സ് എത്തിയിട്ടുണ്ട്, മയക്കുമരുന്ന്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒട്ടും സുരക്ഷിതമല്ല കേരളത്തിലെ കുട്ടികളുടെ ഭാവി എന്നുള്ളതാണ് ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജി മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. നമ്മുടെ ഈ
സരളാമ്മയും ഞാനുമായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉള്ള ക്ലാസ്സുകൾക്ക് പോകുന്നതാണ്. കുട്ടികളെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ അത്രത്തോളം മുറുക്കാൻ കടകളും ഓട്ടോറിക്ഷക്കാരും എല്ലാം എന്തിനാ ഈ കൊച്ചുകുട്ടികൾ ക്യാരിയേഴ്സ് ആണ് പലപ്പോഴും അവരുടെ ബാഗിൽ തന്നെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു കർമ്മമായിട്ട് തന്നെ ആത്മബോധം വളർത്തുവാനുള്ള ക്ലാസ്സുകൾ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് സെൽഫ് അവയർനെസ് ആയിട്ട് അവരുടെ ബുദ്ധിക്ക് ദൃഢത വളർത്തുവാനുള്ള കാരണങ്ങൾ മാത്രമേ നമുക്ക് ഇനി കൊടുക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ഉപദേശിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കാൻ വിചാരിച്ച് പറ്റുകയില്ല. അവർക്ക് തന്നെ ശരിയെന്ന് തെറ്റേതെന്നുള്ള വിവേചന ബോധം ഉണ്ടായി ഇത് വേണ്ട, ഇതാണ് വേണ്ടത് എന്ന് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുവാനുള്ള ഗൈഡൻസ് മാത്രമേ ഇനി നടക്കുകയുള്ളൂ. കാരണം എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇനി നമുക്ക് റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടോ മതിലുകൾ കെട്ടിക്കൊണ്ടോ പേടിപ്പെടുത്തിക്കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചറിവ് കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ മാനസിക ആരോഗ്യമില്ലാത്തൊരു തലമുറ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ സമൂഹം കുറച്ചു കാലം കഴിയുമ്പോൾ നശിച്ചു പോകും, അരാജകത്വമുണ്ട്. അതുകൊണ്ട് ആത്മബോധം എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ തിരുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.